പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനു വേണ്ടി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാനായി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴും തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട. പൈനാപ്പിളിന് മധുരമുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. തൈര് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. നമുക്ക് ഓണത്തിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്